ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ രസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ചോറിനൊപ്പം മാത്രമല്ല, വെറുതെ ഇങ്ങനെ കുടിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യമേ കുറച്ച് ഐറ്റം ഒന്ന് ഇടിച്ചെടുക്കാനുണ്ട്. ഒരു 1.5 സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരൽപ്പം ജീരകം, 12-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇടിക്കല്ലിൽ ഇടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് പച്ചമുളക് ഒഴികെ ബാക്കി സാധനങ്ങൾ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ആദ്യമേ പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും, അതിനാണ് അങ്ങനെ ചേർത്തത്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചൂട് കെട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് കൂടെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, വറ്റൽമുളക് കരിഞ്ഞു പോകരുത്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇതൊരു 15 അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് നേരത്തെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതൊക്കെ കുറച്ചേറെ കറിവേപ്പിലൂടെ ചേർക്കുക. ശരിക്കും പറഞ്ഞ ഈ ഐറ്റം എല്ലാം നല്ലവണ്ണം ഇടിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണേ. കുറച്ച് കായപ്പൊടിയോട് ചേർത്തിട്ടുണ്ട്. കായപ്പൊടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ചേർക്കുകയാണ്. ഇനി ഇതോടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതാ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. തക്കാളി നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം. കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ആ തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിലും പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ഇതായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം വാളൻപുളിയാണ്. വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. തക്കാളിക്ക് പുളി കാണും, എന്നിരുന്നാലും ഒരല്പം വാളൻപുളി പിഴിഞ്ഞൊഴിക്കുന്ന രസത്തിന് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിക്കണം. മൊത്തത്തിൽ ഒരു 2.5 ഗ്ലാസ്, നമ്മൾ വെള്ളം കുടിക്കുന്ന നീളമുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി 1 ഗ്ലാസ് വരുന്നത് തേങ്ങാപ്പാലാണ്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കൂടെ പറയാം. ഉപ്പിനി കുറച്ചുകൂടെ ആവശ്യമായിട്ട് വരും. കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. നല്ലവണ്ണം വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ചുറ്റിനും ഒന്ന് കുമിളകൾ പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേന് ഗ്യാസ് അങ്ങ് ലോയിൽ വെക്കുക. ഇനി ഇതിൽ ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഗ്യാസ് ലോയിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതൊഴിക്കാൻ പോവാണേ. നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് തന്നെ വേണം ഒഴിക്കാനായിട്ട്. അതായത് ഇതിൽ 1-ാം പാലെന്നോ 2-ാം പാലെന്നോ ഒന്നുമില്ല, ഒറ്റ ബാച്ചായിട്ട് അത് പിഴിഞ്ഞെടുത്താണ്. ഇതിന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയൂടെ ചേർക്കണം. മല്ലിയിലയൂടെ ചേരുമ്പോഴാണ് ആ രസത്തിൻ്റെ ഒരു പൂർണ്ണതയിലോട്ട് എത്തുന്നത്. നല്ല ടേസ്റ്റാണ്. അഥവാ നിങ്ങൾക്ക് മല്ലിയില തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചേറെ കറിവേപ്പില ചേർക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇങ്ങനെ നല്ലവണ്ണം ആവി പോകുന്നതായിട്ട് കാണാം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഓവറായിട്ട് വെട്ടി തിളപ്പിച്ച് കഴിയുമ്പോൾ അത് പിരിയും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷവും ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഒരല്പ സെക്കൻഡ് നേരത്തേന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത്രയും ലൂസായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇതിൻ്റെ ഡബിളാണ് എടുക്കുന്നതെങ്കിൽ ഇടിച്ച ഐറ്റംസ് എല്ലാം ഡബിളാക്കി എടുക്കുക. സാധാരണ മറ്റു രസം പോലെ തന്നെ തണുത്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. നമുക്കിങ്ങനെ സൂപ്പിന് പകരമായിട്ടൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി കൂടിയാണിത്. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.